അമ്മൂമ്മയുടെ സപ്തതി എന്ന് വെച്ചാൽ ആഘോഷം, എല്ലാവരും വരും. ആ റൊണാൾഡോ അങ്കിളുണ്ട്, അമ്മൂമ്മ, അപ്പൂപ്പൻ. അയ്യോ ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരുത്തുള്ളൂ. നീ മറ്റന്നാ പോവോ? അയ്യോ ഇവിടെ ഇപ്പൊ മറ്റേ ഉത്സവ മൂടാണ്. ആ എടി പറ്റുമെങ്കിൽ നീ മറ്റേ നന്ദനെയും കൂട്ടി വരാൻ നോക്കും. ഞാൻ അവരെയൊക്കെ വിളിക്കും രാവിലെ എന്തായാലും. ആ പിന്നെ എല്ലാവരും ഉണ്ട്. റൊണാൾഡോ അമ്മന്റെ റോസ്മേരി ആന്റി ഉണ്ട്, അമ്മുമ്മ, അപ്പൂപ്പൻ, എനിക്ക് തോന്നുന്ന ഫുൾ ബന്ധുക്കളുണ്ട്. എന്തോ വരുമോ നീ? നോക്കേ പറ്റുമെങ്കിൽ നോക്കി. അടിപൊളിയാണ് ഇവിടെ. സദ്യ ഉണ്ട്. രാവിലെ നീ ഒരു ഉച്ചയ്ക്ക് വന്നാലും മതി. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് നീ അതുവഴി പോയിക്കോ. ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. പിന്നെ അടിപൊളി ഡ്രസ് എടുത്തു. ആ വരാൻ നോക്കണേ മാക്സിമം. അടിപൊളിയാണ്. ഉപ്പം വന്ന് നീ വരാൻ നോക്കണേ. ഞാൻ വിളിക്കാം. ഹലോ മാമി. എവിടെ പറഞ്ഞാൽ കുട്ടി? എവിടെ ചേച്ചി? ചേച്ചിയെ ഒരു നല്ല കാര്യം നടക്കില്ലേ? അമ്പലത്തിലൊന്ന് പോയി. ഹാപ്പി ബർത്ത്ഡേ. 2 ദിവസം കഴിഞ്ഞിട്ടാ. എടാ അതെനിക്കറിയാ. പിറന്നാൾ ദിവസം കയറി വരേണ്ട ആളാണോ ഞാൻ? അല്ല. 4 ദിവസം നീ ഇവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ടേ പോളൂ. ആടിപ്പൊളി. കൊണ്ടുവന്നാ ഇതൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാ. പിള്ളേര് സമ്മതിക്കത്തില്ലെന്ന്. സാധാരണ പിള്ളേർ സമ്മതിച്ചില്ലെങ്കിൽ 2 അടി കൊടുക്കണം. പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ പിള്ളേരുടെ കൂട്ടത്തിലാ. ഇത് നടത്തിയേ പറ്റൂ. എടാ നീ പറഞ്ഞ പോലെ ഭംഗിയായിട്ട് നടത്തണമെങ്കിലേ നമുക്കൊന്ന് ആലോചിക്കാണ്ട്. ക്ലീറ്റോ, ക്ലീറ്റോനും തങ്ങത്തിലേക്ക് വിളിക്കും. ചേട്ടാ ഞാൻ വിളിക്കാം. വിളിച്ചോണ്ട് വരാൻ പറ. ലഡുവാ. എന്തായാലും സന്തോഷമായ ചേച്ചിയുടെ സപ്തതി മനോഹരാക്കി നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീരുമാനം ഉണ്ടല്ലോ. സമ്മതിച്ചു. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെയാണ് ആഘോഷിക്കണമെങ്കിൽ നല്ലൊരു ചെലവ് വരും. അല്ല അതിനൊരു കുറവും വരുത്താൻ പാടില്ല. ചെലവ് പിന്നെ അതൊക്കെ നമ്മൾ മുന്നിൽ കണ്ടിട്ടുണ്ട്. മാമന്റെ വേഗം ഒരു ചെറിയ അയ്യോ അമ്മ കുഴപ്പമില്ല. നമ്മള് എടാ ചേച്ചിയുടെ വെറുതാണല്ലോ. അത് അമ്മാവിന്റെ സന്തോഷാണ്. അല്ല ഇതിപ്പം ഇത് പറഞ്ഞില്ലേ, ഇതിപ്പോ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഇതിനകത്തുണ്ട് കേട്ടോ. വേണം. അനകം മാത്രം പോരാ, നീയും വേണം, ഞാനും വേണം, എല്ലാവരും ചെയ്യണം. അങ്ങനല്ലേ? ഞാനില്ലാതിരിക്കോ? എന്താണ് അല്ലല്ലേ പൈസ കുറവാണെങ്കിൽ? പൈസ കുറവാണെങ്കിലാ ആർക്ക്? ഡേ പൈസ വരാണ്ട് ഒരു 5 ഇടത്തുനിന്ന് വരാണ്ട് അതിലൊരു 3 ഇടത്തുനിന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ 5 ഇടത്തുനിന്നും കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അളിയന്റെ പൈസ ഇടേണ്ടി വരൂല കേട്ടാ. എല്ലാം ഉണ്ട് ഉടനെ. അപ്പൊ എങ്ങനെയാ നമുക്കൊരു എന്തൊക്കെയാ വേണ്ടത്? ആരൊക്കെ വിളിക്കണം? പോലെയാണെങ്കിലേ ഒരു 500 പേരെങ്കിലും ഉണ്ടാവില്ല. 500 പേര് ഒരു 750 പേര് വരും. 500 പേര് കാണും. ലില്ലിമോടെ ഡാൻസ് സ്കൂളിലെ ലിസ്റ്റ് തന്നെ എടുത്തപ്പോ 10-60 പേരായി. തുടങ്ങാണെന്ന് 50. അവരെല്ലാരും വരുമെന്നൊന്നുമില്ല. പിന്നെ എങ്ങനെ പോയാലും പാർട്ടിയിൽ ഒരു 100 പേര് വേണം. 100 പേരോ? ആകെ 10 പേരല്ലേ ഉള്ളൂ അതിനകത്ത്. 10 പേര് 10 പ്രാവശ്യം വെച്ച് വരും. അപ്പൊ 100 ഞാൻ പറയട്ടെ, ഒരു 250 പേരുടെ മതി. എന്റെ ലില്ലിമോളെ കുറേ വർഷത്തിന് ശേഷം നമ്മളെ ഈ കുടുംബത്തിൽ നടക്കുന്ന വലിയൊരു ആഘോഷമാണ്. പ്രത്യേകിച്ച് അമ്മയുടെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാരും വരും. എല്ലാവരും സന്തോഷമാണ്. ഒരു 500 പേരെ കണക്കാക്കാം. 500 പേര്. അപ്പൊ 750. പിന്നെ രാമേന്ദ്രൻ കൊച്ചച്ഛൻ വിളിച്ചില്ല. രാമേന്ദ്രൻ കൊച്ചച്ഛൻ വേണോ ഞാൻ വേണോ? 2 പേരും വേണ്ട. ഈ വീട്ടിൽ വലിയൊരു ചടങ്ങ് നടക്കുമ്പോ ബന്ധു അങ്ങനെ വിളിച്ചില്ലെങ്കിൽ പിന്നെ നാണക്കേടല്ലേ, പരാതി പറയുന്നത്. വിളിച്ചേക്കാം. കാലൊടിഞ്ഞ് കിടക്കട അയാളൊന്നും വരില്ലെന്ന്. വന്നാലും വന്നില്ലെങ്കിലും നമ്മളൊന്ന് പറയണ്ടേ? പറഞ്ഞോ, പക്ഷെ വരരുത്. അപ്പൊ ഇനി വേറെ ആധികാരികമായിട്ടുള്ള 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. നമുക്ക് 500 പേരാണല്ലോ. 500 പേരാകുമ്പോ ഒരു പന്തൽ ഇവിടെ ഇടണം. നല്ലൊരു പന്തൽ. അപ്പൊ 500 പേരാണെങ്കിൽ നമുക്കൊരു 750 പേര് നിൽക്കാനുള്ള ഒരു പന്തലിടാം. ഇങ്ങോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അമ്മാവ ഈ 500 എന്ന് പറയണത് 500 തന്നെ ആവണമെന്നില്ല. ചിലപ്പോ 600 വരാം, ചിലപ്പോ 650 വരാം. ഇപ്പൊ 400 ആണെങ്കിലും നമ്മള് കുറവ് വരും. അപ്പൊ അത് സദ്യ, ഈ 2 കാര്യങ്ങളും ഞാൻ ഏർപ്പാട് ചെയ്യും. എങ്ങനെ? സദ്യയും പന്തലും ഞാൻ ഏർപ്പാട് ചെയ്യും. ഷാമിയാന ഷാബു കിടിലൻ കക്ഷിയാണ്.
എന്റെ അടുത്ത സുഹൃത്താണ്. അതുപോലെ തന്നെ നമുക്ക് സദ്യക്ക് ഒരു ഉഗ്രൻ ആളാണ് പുതിയടം പുഷ്പൻ. ഈ ഷാമിയാന ഷാബുവും ഈ പുതിയടം പുഷ്പനും തമ്മിൽ ഒരു കോംബോ ഉണ്ട്. ഈ പുതിയടം പുഷ്പന്റെ സദ്യ ഷ്യാമേന ഷാബുവിന്റെ പന്തലിരുന്ന് അങ്ങോട്ട് കഴിക്കണം. പരിപാടി കയറി ഹിറ്റ് അടിക്കും, കൊളുത്തും. ബോംബെയും പൊളി കടിക്കാൻ ഇത് മെഗാഷോ ഒന്നും അല്ലല്ലോ, നമ്മുടെ സപ്തതിയല്ലേ? അല്ലടാ, ഈ പുഷ്പന്റെ സദ്യ എന്ന് പറയുമ്പോ അത് നോൺ വെജ് ആണ് അവന്റെ സദ്യ ഫേമസ്. നമ്മത് പ്യുവർ വെജിറ്റേറിയൻ അല്ല, പുഷ്പം വെച്ചും ചെയ്യും. അതിൽ കാര്യം വെജിറ്റേറിയനില് ഫേമസ് ആയ ഒരാൾ. ഷീലീസ് ചെയ്ത ആളാണെങ്കിൽ അതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ അതിന് പറ്റിയ ആൾ ഇന്ത്യയിലുണ്ട്. ആരാ? കൈപ്പുണ്യമാര്. ഓ, വാര്യർ. കേട്ടിട്ടില്ലടാ? ഓ, സൂപ്പറാ. ഞങ്ങളുടെ സ്റ്റേഷനിൽ ഒരു പരിപാടിക്ക് അദ്ദേഹം വന്നിരുന്നുണ്ടായിരുന്നു. പാലടൊക്കെ കഴിക്കണം ഞെട്ടും. ഞാൻ ചോദിക്കട്ടെ, ഈ സദ്യ തന്നെ വേണം നിർബന്ധമുണ്ടോ? ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അങ്ങനെയാണെങ്കിൽ പുഷ്പനാണ് നല്ലത്. ചേച്ചിടത്തിന് അതൊന്നും പറ്റില്ല, ഫുൾ വെജിറ്റേറിയൻ ആയിരിക്കും. പിള്ളേർക്കൊക്കെ അതാ ഇഷ്ടം അമ്മാവാ. ഇവിടെ ഒരു കാര്യം ചെയ്യില്ല മോളെ, നമുക്ക് ഈ പരിപാടി ഈ ആഘോഷം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ വിളിക്കും പുഷ്പനെ വിളിച്ച് നമുക്ക് ഇവിടെ നോൺ വെജ് പിള്ളേർക്ക് നമുക്ക് എല്ലാം ഇവിടെ സെപ്പറേറ്റ് ആഘോഷം നടത്താം. അത് പിന്നെ വേറെ, പക്ഷെ ഇവിടെ വെജിറ്റേറിയനെ പറ്റുള്ളേ. കാരണം രാവിലെ അമ്പലത്തിലൊക്കെ പോയി ആയിക്കോട്ടെ. പിന്നെ അപ്പൊ നമുക്ക് കൈപ്പുണ്യമാരെ വിളിക്കാം. അത് ഞാനേറ്റു. ഓ, 3 തരം പായസത്തോട് കൂടി ഉഗ്ര സദ്യ. ചേച്ചിക്ക് കടലയാണേ ഇഷ്ടം, കടല പായസം ഉണ്ടാവണം. 3-1 കടല. കടലായാലും കായലായാലും ഇലയെ കണ്ടാ മതി. ഓ, ആയിക്കോട്ടെ. അപ്പൊ അതങ്ങനെ ഫിക്സ് ആയി. ഞാനേ അവനെ ഒന്ന് ഞാൻ ഓൾറെഡി അവനെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഇങ്ങോട്ട് തിരിക്കാനായിട്ട് പറയാം. കാര്യങ്ങളൊക്കെ നോക്കണ്ട, അഡ്വാൻസ് ഒന്നും അവന് കൊടുക്കണ്ട. വന്ന് ഇളക്കൊക്കെ വേണല്ലോ. അതെ, ഇളക്കൊക്കെ എത്ര പെർമിറ്റാ വരിക, പന്തലെന്നൊക്കെ അറിയണം. പെർനാടുകാരി എന്താ ഇത് മിണ്ടാതെ ഇവിടെ വന്നിരിക്കുക? ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് അങ്ങ് ഇരിക്കുവാ. അവിടെ വന്നിരിക്കുക എല്ലാവരുടെയും കൂടെ. ഇനി ക്ഷണിക്കണവരുടെയൊക്കെ ലിസ്റ്റ് ഇട്ടേക്കണം കേട്ടോ. ഏകദേശം ഇന്നലെ കുറെ എഴുതി. ഇന്നലെ ഇനി പെൺപുലിയിലുള്ള ആരാണ്ടോ തങ്കഞ്ചേട്ടത്തി ഒരു ലിസ്റ്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയുടെ കുറെ കൂട്ടുകാരികളൊക്കെ ഉണ്ട്. അല്ല അതെല്ലാം വിളിക്കണം, അത് വേണം മസ്റ്റായിട്ടും. അവരെയൊക്കെ കാണിക്കേണ്ടവരെയൊക്കെ കാണിക്കണം. നമ്മൾ എങ്ങനെയാണ് കുട്ടിയെ ഇവിടെ നടക്കണ വല്ല അറിഞ്ഞാ? ഓ, ഞാൻ അകത്തിരുന്ന് എല്ലാം കേട്ടു മക്കളെ. മുറ്റത്തൊരു പന്തല് കെട്ടി സപ്തതി എന്ന് പോളി. ഇതൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാ, മക്കള് കേക്കണ്ടേ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഇരിക്കും, ഭയങ്കര ആഘോഷമുള്ളതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കേട്ടാ. ഒന്നിനൊരു കുറവുമില്ല. അതെ അതെ അതെ. അല്ലെ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. നീ ഇവിടെ പോകുന്നു സ്റ്റേഷനിൽ പോകണം. എന്തിന്? ഇവിടെ ഇങ്ങനെ ഒരു വലിയ പരിപാടി നടക്കുമ്പോ നീ സ്റ്റേഷൻ വിട്ടിട്ടൊന്നും അടങ്ങി നില്ലടെ ഇവിടെ. നീ ഒന്നും ഉണ്ടായിരിക്കടാ. നമ്മളെ പോലെയാണ്, അവനൊരു പോലീസുകാരനാണ്. അവന് ലീവ് കിട്ടും വിചാരിച്ച പോലെ. അതല്ല, അമ്മാവ ഞാനിപ്പോ ഒരാഴ്ചത്തേക്ക് ലീവ് ആക്കിയിട്ട് നിൽക്കുകയാണ്. എവിടുന്ന്? എന്തിന്? ഏത് ശമ്പളം കിട്ടുന്ന ജോലി മാത്രമേ ജോലിയായിട്ടുള്ളൂ. അമ്മാവ ഞാൻ ചെയ്തത് ജോലിയാണ്. അത് പൊതുപ്രവർത്തന സേവനം, അങ്ങനെ ഒരു ജോലിയാണ്. ഞാൻ മാർച്ചും പ്ലീനോ ലേനോ ഒക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കണം. ക്ലീനോ? അതൊക്കെ ഉണ്ട് രാഷ്ട്രീയത്തില്. ഈ ഒരു ജന്മനാളെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ കാര്യങ്ങൾക്കൊന്നും തടസ്സം വരുത്തരുതേ. ഞാൻ അമ്മ ഒന്നും അറിയണ്ട. അതൊന്നും ആലോചിക്കണ്ട. ഏട്ടാ നാളെ തൊട്ട് ലീവ് ആക്കി വെക്കണേ. ഞാനിപ്പോ സ്റ്റേഷനിൽ പോയി. നീ ഇന്ന് ലീവ് ആക്കിട്ടോ. എടാ, ഞാനിപ്പോ പോയി 1-2 പേരെ നേരിട്ട് കണ്ട് സംസാരിക്കാനുണ്ട്. ടക്കന വരുന്നു. നീ ദേവി ഇതാ കാക്കി എടുത്തിടരുത്. ഇല്ലെന്നേ, വേണ്ട, ഞാൻ ഒരു കാര്യം പറയട്ടെ. എൻ്റെ ബർത്ത്ഡേ ആണെന്ന് കരുതി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളണം. ഒന്ന് എല്ലാവരും ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ സമയം പോലെ വന്നെല്ലാം ചെയ്തു. അതെല്ലാം ഓക്കെ അമ്മ. ഇതൊക്കെ പറഞ്ഞില്ലേ, ഇത് ഇങ്ങനെയൊക്കെ തന്നെ എല്ലാം നോക്കിയോ അമ്മ കേട്ടാ. പെട്ടെന്ന് പോരും. ഓ, ശരി അമ്മ. ആ തന്നെ ഓരോരുത്തർ വന്നു തുടങ്ങി. എന്റെ സപ്തതി എല്ലാം കുളമായി. കൊടുക്കണ്ട. അന്നവിടെ പോകുന്നു, ഇവിടെ എന്തൊക്കെ ആഘോഷമാന്ന് പറഞ്ഞിട്ട്. ഓ, ഞാൻ സ്റ്റേഷൻ വരെ പോയിട്ട് വേഗം വരാം. ശരി ശരി. അപ്പൊ ഇനി ഇതിലങ്ങ് പോണ. അതിലങ്ങ് പോ. കുഞ്ഞമ്മച്ചിയൊന്നും വന്നില്ലേ? ഓ ഇല്ലില്ല, നാളെ വരാന്ന്. എന്റെ അമ്മ ഉണ്ട്, ചെവിതല കേൾപ്പിക്കുന്നില്ല. നേരത്തെ ആണെങ്കിൽ ഇവരുണ്ടോട് ഉടക്കിയിരിക്കുവായിരുന്നല്ലോ. അപ്പൊ ഇവർ രണ്ടുപേരും കുറ്റം വന്നിട്ട് എന്നോടായിരുന്നു പറയുന്നത്. ഇപ്പൊ രണ്ടുകൂടെ അങ്ങ് ഒന്നായപ്പോഴത്തേക്ക് 2 ചെവി എന്റെ അടിച്ചു പോയനെ. ഞാൻ ചെവിതലയൊക്കെ അത് ഇറങ്ങി ഓടുമായിരുന്നു. പിള്ളേരെന്തേടി? അയ്യോ, ചോദിക്കുന്ന ചോദ്യം കേട്ടോ. ഇപ്പോഴാണ് അപ്പൻ അന്വേഷിക്കുന്നത് പിള്ളേരെന്ത്. ഞാൻ രാവിലെ വീഡിയോ കോൾ അവൻ എപ്പോഴും പറയും പറഞ്ഞാ മതിയല്ലോ. ആ വീട്ടിലോട്ട് പോയി, അമ്മച്ചി വന്നായിരുന്നു. വെക്കേഷൻ അല്ലയോ, അതിങ്ങോട്ട് വരുന്നില്ലേ. അവിടെ വീഡിയോ ഗെയിം ഒക്കെ ഉണ്ട്. വിളിച്ചിട്ട് വരണ്ടായോ? അവിടെ വീഡിയോ ഗെയിം ഒക്കെ ഇല്ലേ, അതാ. കഴിയ വിശക്കുന്നുണ്ട്. പെരുന്നാളുകാരി
അവൻ ഷാബു തിരിച്ചിട്ടുണ്ടെന്ന്. ആ ഷാബു വന്നു കഴിഞ്ഞാൽ ഇവിടെ പമ്പലങ്ങൾ വീണ് കഴിഞ്ഞാൽ പരിപാടികളെല്ലാം അവൻ തിരിച്ചു വിട്ടാ ഷാബു. പിന്നെ പുള്ളിക്ക് ഇവിടെ വന്ന് എന്തെങ്കിലും കൈസഹായത്തിന് കാണാൻ നിൽക്കണം. നീ ഉപദ്രവിക്കായിരുന്നാ മതി. അതിനുള്ള ആളിനെയൊക്കെ അവൻ കൊണ്ടുവരണുണ്ട്. വെറുതെ അവൻ്റെ ഇടയിൽ ചെന്ന് ഇടവില്ല. അവനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. അവനുണ്ടല്ലോ അമ്മാവ, എത്ര ചെയ്താലും തൃപ്തിയാവണില്ല എന്നൊരു തോന്നലാണ്. എന്ത് ചെയ്യലും ഇപ്പൊ പന്തലല്ല ഗംഭീരമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അവൻ അതങ്ങോട്ട് തൃപ്തിയാവില്ല. ഇത് ആവണില്ലല്ലോ എന്നുള്ളൊരു തോന്നലാണ്. അപ്പൊ ഈ സത്യതി ദിവസം പന്തല് പണി കഴിഞ്ഞാലും തൃപ്തിയാവില്ല പറഞ്ഞ് പിന്നെയും കട്ടിപ്പൂട്ടിക്കൊണ്ടിരിക്കില്ല. അവൻ തൊട്ടും തളവിയൊക്കെ നിൽക്കുള്ളൂ. പണി ഇനിയിപ്പോ ചെയ്ത് കഴിഞ്ഞാലും ഈ പരിപാടി തീർന്നവരെ ഒരു വള്ളിയെങ്കിലും പിടിച്ചു കെട്ടും. അവനത് തൃപ്തി. അതുകൊണ്ട് തന്നെ അവൻ നന്നാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇനിയും നന്നാക്കണം എന്നുള്ളത്. ഇനി പൈസ നമ്മളിച്ചിരി കൂടുതൽ കൊടുത്താലും അത് അവന് തൃപ്തിയാവില്ല. എന്തായാലും നോക്കിക്കോ, അവൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ പുറപ്പെട്ട് കഴിഞ്ഞ് ഇനി ഇവിടെ പലതും നടക്കും. നിങ്ങൾക്കൊക്കെ ആണോ? പക്ഷേ എനിക്കതങ്ങോട്ട് ഓക്കെ ആയില്ല. ഒരു 5 തൂണുണ്ടായിരുന്നേ അത് പൊളിച്ചേനെ. ഓക്കെ, അവർക്കെല്ലാം ഓക്കെയാണ്. പക്ഷെ എനിക്കതങ്ങോട്ട് ആകുന്നില്ല. നിർത്ത്. ആ പുറയിലെ കെട്ട് അതങ്ങോട്ടായിട്ടില്ല. നീ ചീറ്റാതെ കാര്യം പറ. അവിടെ എന്താ പ്രശ്നം? അതെ, ഈ പുറകിലത്തെ കെട്ട് അതങ്ങോട്ട് ആയിട്ടില്ല. അല്ല, അവിടെ കൃത്യമായി കിട്ടിയിട്ട് വന്നത്. ഇത് കറക്റ്റ് ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ വന്ന സമയത്ത് കറക്റ്റായി. ഭയങ്കര കറക്റ്റായി. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ആയിട്ടില്ല. അവിടെ ചെന്ന് അഴിക്കാനുള്ളതല്ലയോ? നീ പോയി വണ്ടി കയറും. ശരി, ഞാൻ കയറിക്കോട്ടെ. അയ്യോ, പന്തലുകാരൻ. അച്ചമ്മി പറഞ്ഞായിരുന്നു ഇങ്ങനെ വരുമെന്ന്. അച്ചമ്മിയേ വന്നു. സാറേ, എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. അല്ലേ, ഇതെന്തോ ഇത് അന്ന് കണ്ടേന്നും വയറ് കൂടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ചാടിയോ? നന്നായിട്ട് ചാടിയിട്ടുണ്ട്. അടുത്ത ഒളിമ്പിക്സ് വിടാനുള്ള പ്ലാനുണ്ട്. കാര്യം പറ. പിന്നെ സാർ അന്ന് പാർട്ടിയുടെ പരിപാടിക്ക് ഞാൻ പന്തലിട്ടതിനൊക്കെ ഒന്നും അഭിപ്രായമൊന്നും പറയാതെ പോയി കളഞ്ഞല്ലോ. അതിന് എന്ത് പറയാൻ? എത്ര നല്ല പന്തലിട്ടാണ് ഷാബുവിന് ആയില്ല തൃപ്തിയാവൂല. സത്യം പറയാലോ, ശരിക്കും പറഞ്ഞാൽ എനിക്കും അതങ്ങോട്ട് ആയില്ലായിരുന്നു. ഒരു 5 തൊണ്ണൂറുണ്ടായിരുന്നേ പൊളിച്ചേനെ. അത് പൊളിച്ചല്ലോ. പരിപാടി ഒരു ദിവസം എത്ര ആയി? പൊളിച്ചു. എങ്ങനെയാ പൊളിച്ചെന്നറിയാം? എതിർ പാർട്ടിക്കാർ വന്ന് അലമ്പുണ്ടാക്കിയപ്പം അവര് പൊളിച്ചതാ. എനിക്ക് വണ്ടിയിലോട്ട് കയറ്റേണ്ട പാടേ ഉള്ളായിരുന്നു. അതിൽ നിന്ന് 2 പിള്ളേർ ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. പൊളിച്ചിക്കാൻ. ഷാബു ഓ, ഷാബു. എന്റെ പേര് സത്യത്തിൽ ഷാബു നല്ലെന്ന്. എന്റെ പേര് സാബു. അത് പറഞ്ഞത് ഷാബു എന്നായി. എനിക്കതിനകത്ത് ഇപ്പൊ ഒരു വലിയ വിഷയം. എന്തായാലും നേരത്തെ എത്തിയിട്ടോ, ഞാൻ അത് പ്രതീക്ഷിച്ചില്ല. അതെന്താണെന്നറിയോ? ഞാൻ ഓരോ പരിപാടിക്കും ഓരോ വണ്ടിയിൽ ഇങ്ങനെ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പൊ ഇവിടുത്തെ പരിപാടിക്ക് സെറ്റ് ചെയ്തത് ഇവിടുത്തെ ഇത്രയും സാധനങ്ങൾ മതി. ഇത് ചെറിയ പരിപാടിക്ക് ഞാൻ പെട്ടിയോട്ടോർഷയിലാണ് കൊണ്ടുവന്നത്. പിന്നെ ചില കുഞ്ഞു പരിപാടികൾക്ക് ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പോകും. സ്കൂട്ടറില്. അതിന് 1 man show എന്നാ പറയുന്നത്. പന്തലിനകത്ത് ഒരാൾ ഇല്ലാതെ എങ്ങനെ ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നേ? അപ്പൊ അത് 1 man show അല്ലേ? അങ്ങനെയും ചെയ്യാം. ആണുങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾ എവിടെ വർക്ക്ഷോപ്പ് നടത്താണ്, 10 പേര് കൂടെ ഉണ്ട്. എന്നാലും അവൻ പണി ചെയ്ത് കൊടുക്കല്ലേ, പണി ചെയ്യും. ചില ആൾക്കാർ അങ്ങനെ സാറേ, അങ്ങനെയാണ്. കണ്ടു പഠിക്ക്. അപ്പൊ ഷാബു, നമുക്ക് എങ്ങനെ പരിപാടികളൊക്കെ എവിടെയാ? ഇവിടെ ഫുൾ ഇടാനാണോ? അതൊക്കെ ഷാബു, അത് നിങ്ങൾ തീരുമാനിച്ച് പറയുന്ന പോലെ ഞാനത് ചെയ്തു തരാം. ഷാബു, നമുക്കൊരു 500 പേർക്കുള്ള പന്തൽ. 500 പേർക്ക് അല്ല, ഒരു 750 പേർക്കുള്ള പന്തൽ. അല്ല, അത് 500 പേർക്കുള്ള പന്തലിട്ടാൽ മതിയല്ലോ. അല്ല, 500 പേരുള്ള പന്തലാണെങ്കിൽ 750 പേരെ നമ്മൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അല്ല, അപ്പൊ താഴത്ത് പന്തൽ വേണ്ട. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതെങ്ങനെ ശരിയാവുന്നു? 500 പേർക്കുള്ള പന്തലിടാൻ പറഞ്ഞു, 750 പേര് വരുമെന്നും പറഞ്ഞു. ബാക്കി 250 പേരെ തോളയിരുത്തുവോ? അല്ല, എനിക്കറിയാൻ പറ്റും. അല്ല, ആ പന്തല് കസരിട്ട് ഇരുത്താലോ. എന്തായാലും നമ്മളിപ്പോ ഒരു 50 ഊണ് ഓർഡർ ചെയ്യുക, ഒരു 65 പേർക്ക് കൊടുക്കാം. പക്ഷെ ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല. 750 പേര് വരുന്നെങ്കിൽ 750 പേരുടെ പന്തലിടണം. അതല്ലേ? 750 പേർക്കുള്ള പന്തൽ ഫിക്സ് ചെയ്തു. അതൊക്കെ സാർ അവിടെ നിന്നും വേണ്ട. ഞാൻ പറയാം. നമുക്കിപ്പോ ഉണ്ടോ ഗേറ്റ് ഇല്ലേ? ആ ഗേറ്റിന്റെ അവിടെ ഒരു കവാടം
അത് നല്ല എന്നിട്ട് അവിടുന്ന് നേരെ മുഴുവൻ പന്തലിങ്ങനെ വന്നിട്ട് ഈ മുറ്റം മുഴുവൻ പന്തൽ അത് വേണ്ട അതൊന്നും വേണ്ട അമ്മ, അതൊക്കെ പഴഞ്ഞ ഫാഷൻ അതൊന്നും വേണ്ട. അത് വേണ്ട. ഞാൻ വേറൊരു ഐഡിയ പറയാം. ഇപ്പോൾ പുതിയ ട്രെൻഡ് സംഭവമാണ്. ഞാൻ ഒരിടത്ത് കണ്ടിട്ടുള്ളത്, വേറെ എങ്ങും കണ്ടിട്ടില്ല. അതായത് നമ്മളെ ഈ 2 ഗേറ്റിന്റെ ആ വാതിൽ അവിടെ 2 ആന ഇങ്ങനെ അപ്പുറം ഒന്ന് ഇപ്പുറം ഒന്ന്. ആനൊന്നും വേണ്ട, ആനൊന്നും വേണ്ട. ഷാബണ്ണ വൺ സൈഡ് ആർച്ച്. എന്തിനാണ് arch? ഇത് കല്യാണം നല്ലല്ലോ. വൺ സൈഡ് ഈ കമാന അതിന്റെ ഇംഗ്ലീഷാണ് ആർച്ച്, കവാടം. ഞാൻ one side വെക്കുക. അല്ല ഞാൻ പന്തൽ പണിക്കാരനാണോ? അപ്പൊ എന്റെ അഭിപ്രായം കൂടെ ഒന്ന് നിങ്ങൾ തിരക്കണ്ടേ? അതാ ഒന്നും പറയുന്നില്ല. പിന്നെ നമ്മളെ ഷാബുവിനെ അങ്ങ് വിട്ടു തന്നിരിക്കും. കളർ ബൾബ് കളർ ബൾബ് എല്ലാം ഉണ്ട്. ജനറേറ്റർ കൊണ്ടുവരണം. എന്തിനാണ് ജനറേറ്റർ? ഈ പുള്ളി അത് അമ്മാവനാ. ജനറേറ്റർ കറണ്ട് എവിടെ ചെന്നാലും ഇതുപോലൊരു പുഴുത്തുരുമ്പ് കാണും. ഈ അരക്കൈയും പെണ്ണിനും കിട്ടും. നാളെ നോക്കണ കച്ചത്തൊരു ബാഗ് കാണും. അതെ, ഈ മറ്റേ ജനറേറ്റർ വേണ്ട, കളർ ബൾബൊന്നും വേണ്ട. സ്റ്റേജ് പരിപാടി അല്ല ഇത്. രാവിലെ തൊട്ടിട്ട് വരണവര് പിറന്നാൾ പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ട് സദ്യ ഉണ്ട് പോകും, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, പന്തല് വേണോ? പന്തല് വേണം, പന്തല് വേണം. തേങ്ങ പോലെ തേങ്ങ പോലെ അത് വേണമെങ്കിൽ സംസാരിച്ചു. അളിയൻ പോലീസ് സാർ KCB-യിലാണ്. അല്ല പോലീസാണ്, പോലീസിലാണ്. പോലീസ് സ്റ്റേഷൻ. ഷാബു. ഷാബു. എല്ലാരും ഇപ്പൊ അങ്ങനെ വിളിക്കുന്നത്. സാബു ശരിക്കും പേര്. ഓക്കെ, എന്നാ തീരുമാനമായല്ലേ? നമ്മളിങ്ങനെ ചർച്ചയിലാണ്. ഞാൻ കുറച്ച് അവരെപ്പോഴേ കിടന്ന് വിളിക്കും. ഞാൻ അതുകൊണ്ട് പറഞ്ഞു. ഇവിടുത്തെ സംഭവം അതങ്ങനെ സെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. പറഞ്ഞില്ലേ, വെപ്പ് പോലെ വേറെ വേണം. കലവറ. അത് നമ്മുടെ പുഷ്പന്റെ അല്ലേ, പഴയടം പുഷ്പനല്ലേ? അത് ഞങ്ങൾ തമ്മിലൊരു കോമ്പോ ഉണ്ട്. എനിക്കറിയാം അവന്റെ അളവ്. അല്ല, അത് ഞാൻ സെറ്റ് ചെയ്തോളാം. അല്ല, പുഷ്പനല്ല. പുഷ്പനല്ലേ? അല്ലല്ല, ഇന്നലെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അല്ല, ഇന്നലെ വൈകുന്നേരം വരെ പുഷ്പനായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് ചെറിയൊരു സംസാരത്തിന്റെ ഇടയിൽ അത് മാറി. മാറ്റിയത് ഈ പുള്ളിയാണ്. നമ്മുടെ ഈ കൈപുണ്യം വാര്യരാണ് ഇവിടെ ഇപ്രാവശ്യം. വാര്യരാണോ? വാര്യര് കുഴപ്പമില്ല, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. പന്തലിന് സ്വല്പം ഹൈറ്റ് കൂട്ടണം കലവറയുടെ. വാര്യർക്ക് പൊക്കം കൂടുതലുണ്ടോ? വാര്യർക്ക് പൊക്കം കൂടുതൽ മാത്രമല്ല, വാര്യരുടെ ചട്ടുകത്തിനും പൊക്കം കൂടുതലാ. ഒരു ദിവസം ഈ വാര്യരുടെ സദ്യ ഇങ്ങനെ ഇല വിളമ്പിയപ്പോഴേ സേമിയ പായസം ഒഴിച്ചപ്പം നീല കളറ്. പന്തല് കിട്ടിയത് താന്നുപോയി. നീല ടാർപ്പ ഉരി സേമിയ വീണ് നീല കളറായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാബു അതിനെ കണക്കിന് ഇട്ട് കൊടുത്തു. ഹൈറ്റ് ഉണ്ടായിക്കോട്ടെ, ഹൈറ്റ് അതൊന്നും കുഴപ്പമില്ല. അത് ഞാൻ ചെയ്തോളാം. അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഷാബു ഒരു നിമിഷം. ഇതൊക്കെ നോക്കി നമുക്കൊന്ന് മൊത്തത്തിൽ അളവൊക്കെ എടുത്തിട്ട് ഞാൻ ഒന്ന് പറഞ്ഞു കൊടുക്കാം. അതെ, എവിടുന്ന പന്തല് വേണ്ടത്? എന്നിട്ട് തേങ്ങ തേങ്ങാക്കൊല ഞാൻ ഷാബു ഞാൻ പറഞ്ഞ പോലെ ഇപ്പം പറഞ്ഞ പോലെ കൊലയായാലും കുഴപ്പമില്ലല്ലോ. ഈ തേങ്ങാക്കൊല കൊലവാഴയാണ്, അതാണ് ശരിക്കും വേണ്ടത്. ഒന്ന് പേരെന്താ? ഉണ്ണി. ഉണ്ണിക്കൊന്ന് പറഞ്ഞു കൊടുത്താ. ശരി. എന്നെ അങ്ങ് വലിക്കണം. കമ്മീഷൻ വല്ലതും ഉണ്ടോ? കമ്മീഷനൊന്നുമില്ല. കറക്റ്റ്. കമ്മീഷന്റെ പരിപാടിയില്ല. അല്ല, ആർക്കും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ? എന്തിന് കമ്മീഷൻ ഇല്ല? ആ പരിപാടിയില്ല സാറേ. ഉണ്ണി, കേട്ടാ? നമുക്ക് ശരി ശരി ശരി. ഇവിടെ പിന്നെ നമ്മളിങ്ങനെയുള്ള പരിപാടികൾക്കെല്ലാം കമ്മീഷൻ ഉണ്ടെന്നുള്ളത് ഷാബുവിന് അറിയാമല്ലോ. പിന്നെ ഞാൻ തരാത്ത പോലെ സാറ് പറയുന്നത് ഇതിനും കൃത്യമായ കമ്മീഷൻ തരും. വേണ്ട, തരരുത്. ഈ പരിപാടിക്ക് തരരുത്. അങ്ങനെ എന്റെ അമ്മയുടെ ഇതിലുള്ള അതിനുള്ള കമ്മീഷൻ ഒന്നും വാങ്ങാൻ അത്രയും ഗതി കേട്ടണമെന്നും അല്ല ഞാൻ. അതുകൊണ്ട് അത് തരരുത് കേട്ടോ. അപ്പൊ കമ്മീഷൻ വേണ്ട. വേണ്ട, അതും കൂടെ നീ ഇതിൽ കയറ്റിക്കോ. പന്തൽ മോളി പിടിപ്പിച്ചോ. വരുന്നത് കേട്ടോ, പന്തൽ ഗംഭീരമായിരിക്കും. ഒരാൾ പറയുന്ന കമ്മീഷൻ ഉണ്ടോ, ഒരാൾ പറയുന്നു കമ്മീഷൻ വേണ്ട. ഷാബോ, ഒന്നും പറയണ്ട, കമ്മീഷൻ ഇല്ല. അതല്ലടോ, പിന്നെ എന്റെ കൂടെ വന്നാവല്ലേ കഴിച്ചിട്ടുണ്ടാവേ. എന്താ സാറേ അങ്ങനെ പറഞ്ഞു? അവൻ നാടനൊക്കെ അതെ, പെട്ടെന്ന് പണിക്ക് വിളിച്ചപ്പം അവൻ ഇങ്ങനെ വന്നതാ. ആഘോഷത്തിന്റെ ഇടയ്ക്ക് അങ്ങനെ അങ്ങ് പൊക്കോളും, പേടിക്കാനൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. പക്ഷെ പന്തലാടരുത്. ഇല്ല മാമ, ഞാനിവിടെ നിൽക്കല്ലേ, പേടിക്കണ്ട. ഈ മൂതുപാട് എന്നെ മെനക്കെടുത്തും. സയ്യോ, സയ്യോ.
അങ്ങനെ എനിക്കും 70. സപ്തതി. വാര് നാളെ വൈകുന്നേരം 5 മണിക്ക് എത്തും. വാര് വരുന്നതിന്റെ മുമ്പ് ഈ വേണ്ട പാത്രങ്ങളും അലക്ക് സാധനങ്ങളും പച്ചക്കറിയൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം. പറ്റും പന്തൽ പണിക്കാരൻ ഷാബു ആള് ശരിയല്ല. ലില്ലിയെ കണ്ടപ്പം അവനും ഒരു നോട്ടം ഇതും. നീ കണ്ടാ ലില്ലി ഏട്ടാ എന്തെങ്കിലും മോശമായിട്ട് പറയണം? കണ്ടില്ല. പിന്നെ പിന്നെ ആര് കണ്ടത്? അമ്മ അച്ഛന്റെ ഫോട്ടോയും പിടിച്ചിരുന്ന് ഭയങ്കര സംസാരമാണ്. എന്റെ സപ്തതി ആഘോഷിക്കാൻ പോവാ. ഇവിടെ പിള്ളേരെല്ലാം കൂടെ ഭയങ്കര ആഘോഷമാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെ ഒരിക്കലും ഇല്ലാത്ത പോലത്തെ സന്തോഷം ഇപ്പം.